ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള കണ്ണൂർ കോക്ടെയിലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൂടെ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഒന്ന് ക്യാരറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് 3 മീഡിയം സൈസുള്ള ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് 2 വിസിലടിച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കന്നെ കുക്കായിട്ട് വരും. കുറഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയേ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പപ്പായയാണ്. ഒരു മീഡിയം സൈസുള്ള പപ്പായാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പകുതി മാത്രം മതി കേട്ടോ നമുക്കിതിലേക്ക്. അപ്പോൾ രണ്ടും ഒരു പകുതി എന്നുള്ള സൈസിലാണ് നമ്മൾ എടുക്കുന്നത്. ക്യാരറ്റ് എത്രയാണോ എടുക്കുന്നത് അതേ ഒരു അളവിൽ തന്നെയാണ് നമ്മൾ പപ്പായ എടുക്കുന്നത് കേട്ടോ. രണ്ടും ഒരേ അളവിലാണ് എടുക്കുന്നത്. ഇതിൻ്റെ ആ ഉൾഭാഗത്തെ ഇതൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്കിത് ചെറിയ പീസാക്കിയിട്ട് ഒന്ന് എടുക്കാം. അപ്പോൾ ഇതാ പപ്പായയുടെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉൾഭാഗത്തെ ആ ഒരു സീഡ്സൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ ഏതിലാണോ അടിച്ചെടുക്കുന്നത് മിക്സിയുടെ ജാർ എടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള ജാറാട്ടോ എടുത്തിട്ടുള്ള ജ്യൂസൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു പപ്പായയുടെ പീസ് അങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് പാലാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 2.5 കപ്പോളം പാല് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം തണുത്ത് വന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുമ്പോൾ ഒന്ന് കട്ടാക്കി എടുക്കുമ്പോഴാട്ടോ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അങ്ങ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം വനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നമ്മളെ കയ്യിൽ വനില ഐസ്ക്രീം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, 1 കപ്പോളം. അതാകുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഇത് ഉണ്ടാവുക. കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കുറച്ചും കൂടെ പാൽ ഒഴിച്ചിട്ട് അങ്ങനെ ലൂസാക്കി എടുക്കുക കേട്ടോ. പക്ഷേ നമുക്ക് ഈ ഒരു കണ്ണൂർ കോക്ടെയിൽ എന്ന് പറഞ്ഞിട്ട് കിട്ടുമ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള രീതിയിലാണ് കിട്ടുക. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ടാട്ടോ കിട്ടുക. നല്ല ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലുമുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് അനാറ് ഇതുപോലെ പോംഗ്രാനൈറ്റ് ഇതുപോലെ ഒന്ന് സീഡ്സൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ഈ ഒരു ജ്യൂസിന്. അതുപോലെ തന്നെ ഞാനൊരു 1/2 കപ്പോളം കാഷ്യൂനട്ടും ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് അങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറഞ്ഞ അളവിൽ ഞാനിതാ ബദാമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാം ചെറിയ പീസാക്കിയിട്ട് കുറച്ച് ഞാനതിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇതിൽ ഇങ്ങനെ കടിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ജ്യൂസിന് ഉണ്ടാവുക. ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. കണ്ണൂർക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടിയാണ്. നമ്മളവിടെയൊക്കെ ഇത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു ജ്യൂസും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. അല്ലേ, അതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറഞ്ഞത് ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പോംഗ്രാനൈറ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് അനാർ ഇതുപോലെ ഒന്ന് അങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് അതേപോലെ തന്നെ ബദാമും ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ജ്യൂസും കൂടെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.